ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് പൂവൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കുട്ടിയും ഏട്ടനും കൂടിയും പോയിട്ടാണ് കേട്ടോ പൂവൊക്കെ മേടിച്ചിട്ട് വന്നത്. അതിന് പൂവൊക്കെ മേടിച്ചിട്ട് വന്ന് അത് കുട്ടീനെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി. പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് അതിന് ഡിസൈനാക്കി മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തെങ്കിലും അത് കുട്ടിയാണ് കേട്ടോ അതൊക്കെ ചെയ്തത്. അത് കുട്ടിക്ക് ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു പൂവിടാൻ വേണ്ടിയിട്ട്. പൂവൊക്കെ പറിച്ച് ഒക്കെ റെഡിയാക്കിയത് അവനാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഏട്ടന് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഡബിൾ ഹാപ്പി. ഏട്ടൻ പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ ഒരുപാട് ഹാപ്പി കേട്ടോ. അതിനുശേഷം അവിടെയൊക്കെ ചുറ്റും ക്ലീൻ ചെയ്യണം. അതിൻ്റെ വേസ്റ്റൊക്കെ പൂവിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറയുകയാണ് അവിടെ ചെറിയ ചെറിയ പൂവൊക്കെ എടുത്ത് അടിച്ച് കളയണം, ഇവിടെയൊക്കെ തുടച്ച് വെക്കണം എന്നൊക്കെ പറയാണ്ട് അതിൻ്റെ ചുറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയൊക്കെ അവനും എടുത്തിട്ട് പോകണമൊക്കെ ഉണ്ട് കേട്ടോ. കുറേയൊക്കെ അവനെടുത്ത് വേസ്റ്റ് ബോക്സ് കൊണ്ടിടാം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി പൂവൊക്കെ എന്നോട് എടുത്ത് വെക്കാനും പറയുന്നുണ്ട് കേട്ടോ. നാളെ നമുക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ രാവിലത്തെ പരിപാടികൾക്ക് പോയിട്ട് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന പൂരിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടിട്ടൊരു കറിയാണ് കേട്ടോ. അപ്പം അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് റവ ഇടുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ റവ ഇട്ടിട്ട് നമ്മൾ ഗോതമ്പ് മാവ് നന്നായിട്ട് കുഴച്ച് വെക്കുന്നുണ്ട്. കുറച്ച് പൊന്തി വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്പൂൺ റവയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് ഇതാക്കുന്നത്. അതിനുശേഷം പൊന്തി വരികയൊക്കെ ചെയ്തു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് പൂരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ കറിയുമായിട്ടാണ്. കറി കാണാൻ നല്ല ഭംഗിയില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റിൽ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ പൂരി, ഇത് ഏട്ടൻ ഉണ്ടാക്കിയ പൂരിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കട്ടൻ ചായയൊക്കെ വെച്ചു. പിന്നെ ഞാനതെല്ലാം കപ്പിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കറിയും പൂരിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ സൺഡേയാണ് ഞങ്ങൾ മിക്ക ദിവസങ്ങളും രാവിലെ ഒരുമിച്ചിരുന്ന് കഴിക്കാറ്. ഏട്ടൻ കുറച്ച് നേരത്തെ പോകുന്നതുകൊണ്ട് ഏട്ടൻ കുറച്ച് നേരത്തെ കഴിക്കും. പിന്നെ അതുകുട്ടി കഴിക്കും, അതുകുട്ടി പോയിട്ട് ഞാൻ കഴിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ രാത്രി അതുപോലെ തന്നെയാണ്. രാത്രി നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റും. പക്ഷേ മിക്ക ദിവസം അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ സൺഡേ നമ്മൾ ഒരുമിച്ച് വട്ടത്തിലിരുന്ന് 3 പേരും കൂടി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയേ